ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നം ഞങ്ങളുടെ ഇടപെട്ടിട്ടാണ് തീർത്തതെന്ന് അവകാശപ്പെടുന്നുണ്ട്. മധ്യേഷ്യയിൽ വെടിനിർത്തലിൻ്റെ അവസാനത്തെ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിൽ ട്രംപിന് ഒരു പങ്കുണ്ട്. പക്ഷേ അവിടെ ഫലത്തിൽ വെടിനിർത്തലില്ല. ഇസ്രയേൽ വീണ്ടും ഹമാസിന് നേരെ ആക്രമണം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റി എന്ന് കാണിക്കാൻ വെനസ്വേലയ്ക്ക് മേൽ കുതിര കയറുകയാണ്. അതോടൊപ്പം സാമ്രാജ്യത്വത്തിൻ്റെ ആധിപത്യപരമായ സമീപനത്തിന് പുറമേ എണ്ണ താല്പര്യവുമുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും അമേരിക്കൻ സൈനികർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് അമേരിക്ക തന്നെ അവകാശപ്പെടുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദപരമായ തെമ്മാടിത്ത രാഷ്ട്രമായി അമേരിക്ക സ്വയം പെരുമാറുകയാണ് ലോകത്തിന് മുമ്പ്. റോഗ് സ്റ്റേറ്റ് എന്നൊക്കെ ചില രാജ്യങ്ങളെ അമേരിക്ക നിർവചിക്കാറുണ്ട്. പക്ഷെ ലോകത്തെ ഒന്നാമത്തെ റോഗ് സ്റ്റേറ്റ് ട്രംപിൻ്റെ കീഴിലുള്ള അമേരിക്കൻ ഭരണ സംവിധാനമാണ്, മിലിറ്ററി ഇൻഡസ്ട്രിയൽ മീഡിയ കോംപ്ലക്സ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വെനസ്വേലയുടെ പ്രതിരോധ മന്ത്രി നടത്തിയ പ്രസ്താവന, വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് നടത്തിയ പ്രസ്താവന തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും പ്രസിഡന്റ് പത്നിയുടെയും അവസ്ഥ എന്താണെന്ന് അമേരിക്ക വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, റഷ്യ ഒരു മുതലാളിത്ത രാജ്യമാണ്. റഷ്യ എന്നൊക്കെ പിന്നെ ഇവിടെ AKG സെൻ്ററിൽ ഞാൻ പറയുമ്പോൾ റഷ്യയോട് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിക്കായിട്ടുള്ള പരിഗണനയുണ്ടെന്ന് തെറ്റിദ്ധരിക്കേണ്ട. പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയൊക്കെ പൊരുതുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല റഷ്യ. മുതലാളിത്ത റഷ്യയാണ്. പക്ഷേ ആ മുതലാളിത്ത റഷ്യ അപലപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സമീപനം എന്താണ് എന്ന് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്ത്യയും വെനസ്വേലയും തമ്മിൽ പല തലങ്ങളിൽ ബന്ധമുണ്ട്. ലോകത്ത് സോളാർ അലയൻസ് രൂപവത്കരിക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക അംഗങ്ങളാണ് ഇന്ത്യയും വെനസ്വേലയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. 2, ഇന്ത്യയുടെ ONGC എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനം, അതിന് വിദേശ രാജ്യങ്ങളിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഭാഗമുണ്ട്. ONGC വിദേശ് എന്നാണ് അതറിയപ്പെടുന്നത്. ONGC വിദേശും വെനസ്വേലയിലെ സമാനമായ സംവിധാനവും തമ്മിൽ സഹകരണമുണ്ട്. അവിടെ എണ്ണയും അസംസ്കൃത എണ്ണയും പ്രകൃതിവാതവും മറ്റും ഖനനം ചെയ്യുന്ന പ്രവർത്തനത്തിൽ വെനസ്വേലയുമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ ONGC വിദേശ്. വെനസ്വേലയിൽ നിന്നുള്ള മന്ത്രിമാരുടെ സംഘം ഡൽഹിയിൽ വരികയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള സന്ദർഭത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളും വെനസ്വേലൻ മന്ത്രിമാരടങ്ങുന്ന പ്രതിനിധി സംഘവും തമ്മിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതിൽ ഒരു ചർച്ചയിൽ ഞാനും സംബന്ധിച്ചത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ചേരിചേര രാഷ്ട്രമാണ് വെനസ്വേല. വെനസ്വേലയിൽ വെച്ച് നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ഉന്നതതലം നടക്കുകയുണ്ടായി. പ്രത്യേക കാരണങ്ങളാൽ അന്ന് അതിൽ പങ്കെടുക്കേണ്ടത് നരേന്ദ്രമോദി പങ്കെടുത്തില്ല. അത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുമായി നാമിൻ്റെ ഘടനയ്ക്കുള്ളിലും ലോക സോളാർ അലയൻസിൻ്റെ ഘടനയ്ക്കുള്ളിലും മറ്റു പല തലങ്ങളിലും ബന്ധമുള്ള രാഷ്ട്രമാണ് വെനസ്വേല. ആ വെനസ്വേലയുടെ നേരെ നഗ്നമായിട്ട് അമേരിക്ക നടത്തിയിട്ടുള്ള ഈ അതിക്രമത്തെ അപലപിക്കാൻ ഇതുവരെയുള്ള വിവരങ്ങളനുസരിച്ച് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അത് വളരെ അപമാനകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഐക്യരാഷ്ട്രസഭ അടിയന്തരമായിട്ട് ഇടപെടണം എന്ന് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. നഗ്നമായ ഒരു സാമ്രാജ്യത്വ അധിനിവേശമാണ് അമേരിക്ക വെനസ്വേലയ്ക്ക് മേൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യ സാമ്രാജ്യത്വത്തിൻ്റെ ചവിട്ടടിയിൽ കിടന്ന, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ചവിട്ടടിയിൽ കിടന്ന ഒരു രാജ്യമാണ്. സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ നേരെ അനുഭവമുള്ള രാജ്യമാണ് ഇന്ത്യ.
അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വെനസ്വേലയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഇന്ത്യ ഗവൺമെൻറ് എന്നാണ് ആവശ്യപ്പെടുന്നത്. CPIM അതിൻ്റെ എല്ലാ ഘടകങ്ങളോടും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും കേരളത്തിലും പ്രതിഷേധ പ്രകടനം ഇന്ന് വൈകുന്നേരം തന്നെ നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.